നല്ല പുതുമയുള്ള മീൻ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. എന്നാലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മീൻ കിട്ടാനില്ല. ഇനി കപ്പൽ പറഞ്ഞാലും ശരി, ട്രോളിംഗ് വന്നാലും ശരി, ബാക്കി എന്ത് നിരോധനം വന്നാലും ശരി, നല്ല പിടയ്ക്കുന്ന മീൻ കൂട്ടണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് നടക്കേണ്ട കാര്യമില്ല. വരിക, വാങ്ങുക. ഞാനൊരു യന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കുരുത്തി. കുരുത്തി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഏതാനും മുളങ്കമ്പുകളും കുറച്ച് വള്ളികളും ഒക്കെ കൂടി കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ യന്ത്ര സഹായത്താൽ നിർമ്മിക്കുന്നതല്ല. എന്റെ കുട്ടികളും കെട്ടിയോടും അടക്കം നാട്ടിലുള്ള സഹോദരിമാരുടെ സഹായത്താലാണ് ഈ യന്ത്രം നിർമ്മിക്കുന്നത്. ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ ശാസ്ത്രീയമായി പരിചയമുണ്ടാകണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. ഒരു പരിശീലനത്തിന്റെയും ആവശ്യമില്ല. വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയരികിൽ നിങ്ങൾ ഈ കുരുത്തി വെക്കുന്നതോടെ മീനും കുട്ടികളുമായി അതിജീവനത്തിന് മുന്നോട്ട് വരുന്ന മീനുകൾ വരാലായാലും ശരി, കടുകായാലും ശരി, മുഴുവായാലും ശരി, ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൂടുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് മീനിനെ എടുത്ത് വീട്ടിലെ കെട്ടിയോൾ കേൾപ്പിക്കാനേ ഉള്ളൂ. ശേഖരിക്കുന്ന മുള ചീന്തി അതിനെ ഇതുപോലുള്ള കോലുകളാക്കി മാറ്റി തമ്മിൽ കുട്ടിക്കെട്ടിയാണ് ഈ കുരുത്തി നിർമ്മിക്കുന്നത്. ആരും മടിച്ചു നിൽക്കണ്ട, സംശയിച്ചു നിൽക്കണ്ട. ആരും മറ്റൊരാളോടും ഉപദേശമാരായാനുള്ള സമയം മെനക്കെടുത്തണ്ട. സംശയിക്കാതെ ധൈര്യത്തോടെ കയറി വരാം, ഒരു കുരുത്തി വാങ്ങാം. കുരുത്തി വാങ്ങുന്നതിന് നിങ്ങൾ മുടക്കേണ്ടത്, കടകളിൽ പോയാൽ 1000ഉം 1500ഉം കൊടുക്കേണ്ട കുരുത്തിക്ക് ഞാനിവിടെ വെറും 500 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. കത്തി കൊണ്ടോ കുപ്പിച്ചില്ല് കൊണ്ടോ മൂർച്ചയുള്ള മറ്റേതെങ്കിലും ആയുധങ്ങൾ കൊണ്ടോ ചുരണ്ടിയും വരണ്ടിയും മുടങ്കമ്പുകളെ മിനുസമുള്ളതാക്കി മീനുകൾക്കൊരു കേടും പറ്റാതെ ഉണ്ടാക്കിയതാണ്. 500 രൂപ. സാധനം കൊണ്ടുപോകാൻ മറ്റേ അതവിടെ വെക്കൂ. അതെന്താ? ഇപ്പൊ ബുക്ക് ചെയ്യുക. അടുത്ത ആഴ്ച ഇതേ സമയം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ കുരുത്തി കൊണ്ടുപോകാവുന്നു. 500 പൂർണ്ണമായും വേണ്ട. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഒരു 200 250 തന്നാൽ മതി, അല്ലെങ്കിൽ 400 തന്നാൽ മതി. നിസ്സാരമായ 400. എത്ര? 400. ഓക്കെ. നിങ്ങളുടെ പേരും നമ്പറും എഴുതി. അടുത്ത ആഴ്ച ഇവിടെ തന്നെ വന്നാ പോരെ? ഓ, ഇതേ സ്ഥലത്ത്. ഇത് തന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഇവിടെ വരുന്നുണ്ട് ഉറപ്പ്. പ്ലീസ്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത്. ജീവിതത്തിൽ സ്വന്തം ഭാര്യയെ വരെ സംശയിക്കുന്നവരാണ് നാട്ടുകാർ. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ സംശയം സ്വാഭാവികമായിട്ടും തോന്നാം. പക്ഷെ ഇത് സംശയിക്കണ്ട, നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ആവശ്യമുള്ളവർ വാങ്ങട്ടെ മാസ്റ്റർ. നിങ്ങൾ ദേശം വിട്ടേക്കോ. നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ എല്ലാവരും പറ്റിക്കൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പറയാൻ കാരണം. എല്ലായിടത്തും പറ്റിക്കലുണ്ടാവും. നിങ്ങൾക്ക് എന്താ ജോലി? ഞായറാഴ്ച കുറെ പണികളൊക്കെ ഉള്ളതാണ്. ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ഞാനിവിടെ ഉണ്ടാവും. 500 വേണ്ട, 200 മതി. 200 മതിയോ? ഞാൻ ഈ പൊതുവെ കമ്പ്യൂട്ടറിനൊക്കെ ഇരിക്കുന്ന ആളാണ്. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയ മെഷീനാണിത്. ഇതിലെല്ലാം കുടുങ്ങും. മീൻ കുടുങ്ങും, വേണമെങ്കിൽ നിങ്ങൾ വരെ കുടുങ്ങും. 500 റുപ്യ ഇതിന്റെ വില. 200 റുപ്യ തന്നാ മതി അഡ്വാൻസ്. അല്ല, കുഴപ്പമില്ല. 500 പിടിച്ചോളി. കാരണം പിന്നെ തരണ്ടല്ലോ. ഇതാണ് മനുഷ്യന്റെ വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കണം മനുഷ്യന്മാര്. അപ്പൊ ഒരിക്കലും ഒരാൾ സംശയത്തോടു കൂടി കാണരുത്. നിഷ്കളങ്കമായ മനസ്സോടെ, നിസ്സംഗമായ മനസ്സോടെ മനുഷ്യനെ കാണുക. ഞാനല്ല അഡ്വാൻസ് ഒന്നും തരുന്നില്ല. ഞാൻ അടുത്ത ആഴ്ച ഫുള്ളായിട്ട് പൈസ പിന്നെ അതിന്റെ അടുത്ത ആഴ്ച സാധനം കൊണ്ടുപോകാം. വിട്ടോളി. അഡ്വാൻസ് തന്നവരാരും മാറി നിൽക്കരുത്, മറഞ്ഞു നിൽക്കരുത്. നിങ്ങളെ കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാനിവിടെ ബ്ലോക്ക്, കാലാവസ്ഥാ വ്യതിയാനം, ടോർപിഡോ ഇതൊക്കെ മറികടന്നിട്ടാണ് ഇവിടെ എത്തുക. ആ സമയത്ത് നിങ്ങൾ ആരും മടിക്കരുത്, ശങ്കിക്കരുത്. നേരെ വരിക, സാധനം വാങ്ങുക, വീട്ടിൽ പോവുക. അപ്പൊ ഓക്കെ. ഇങ്ങനെയാണ് വെള്ളത്തിലിറങ്ങാതെ കൈ നനയാതെ മീൻ പിടിക്കുന്നത്. എന്നാലേ വരി, നമുക്കാണ്ട് പോയി നോക്കുക. ആയിക്കോട്ടെ. വയസ്സായ ഒരാളല്ലേ, പിന്നെ കുടിക്കാര് ഒക്കെപാടെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പേര് നമ്മളെ പറ്റിക്കൊന്നുമില്ല. നല്ല പാവാണ്, വയസ്സായ ആളല്ലേ. ഞാൻ 500 കൊടുത്തുക്കണു. ഞാൻ അവിടെ തോട് വരെ കണ്ടുവച്ചിട്ടാ പോന്നിക്കണേ വരുത്തി വെക്കാളെ. 12 മണിയായി. രാവിലെ 9 മണിയായി. 12 മണിയായി. സംഭവം നമ്മൾ 500 പോയോ? 1 മണിയാകാനാ പോണേ. 1 മണിയായി.
10 മണിക്ക് വരാൻ ഞാൻ 9 മണിക്ക് വന്നാണ്. അല്ല എല്ലാരും ഉണ്ടല്ലോ, എന്താ വട്ടമേശ തമ്മിലുള്ള ഒന്നും പറയണ്ട, ഒരാള് വരാൻ പറഞ്ഞിട്ട് ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങള്. 10 മണിക്ക് വരാൻ തന്നെ മണി 1 കഴിഞ്ഞു, അതുവരെ കാണാനില്ല. ഒന്നുമില്ലക്കാ, ഞങ്ങളൊരാളിരുന്ന് ഒരു സാധനം വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു. അയാള് കഴിഞ്ഞ ആഴ്ച അഡ്വാൻസ് വാങ്ങിയത് ഈ ആഴ്ച കൊണ്ടുവരാന്ന് പറഞ്ഞു. അയാളെ വെയിറ്റ് ചെയ്ത് അതൊക്കെ ഞാൻ അഡ്വാൻസും കൊടുത്തിട്ടില്ല. എനിക്ക് ആ സാധനം വേണം, അതിനെപ്പോ വന്നിട്ടുണ്ട്. എനിക്കാണിപ്പോ ഒരു കല്യാണം ഉണ്ട്, വീട്ടിലാണിച്ച് വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അയാള് വരാതെ എനിക്ക് പോകാനും പറ്റൂല. ഞാനാണെങ്കിൽ 500 കൊടുക്കുകയും ചെയ്തു. പെണ്ണുങ്ങളോടെ ചില മസാല കൂട്ടിക്കാനും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാലേ നമ്മളൊക്കെ ഇപ്പൊ ശശിയായിന്നാ തോന്നുന്നത്. ഇതാണ് മലയാളികളുടെ പ്രശ്നം. മുച്ചിട്ട് ആനമയിൽ ഒട്ടകം മുതൽ ആട് തേക്ക് മാഞ്ചിയം, ജ്വല്ലറി ഷെയർ തട്ടിപ്പ്, പണമിരട്ടിപ്പ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി ന്യൂജൻ മണി ചെയിൻ തട്ടിപ്പിൽ വരെ ചെന്ന് തലവെച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ മല്ലൂസ് എന്നറിയപ്പെടുന്ന മലയാളികൾ. വഞ്ചിക്കപ്പെട്ട് രക്ഷിക്കണേ എന്നും പറഞ്ഞ് പറയുന്നവർ തന്നെ ഞങ്ങളെ പറ്റിക്കണേ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും തലയും കാലും വെച്ചു കൊടുക്കാൻ നിന്നാല് നിയമപാലകർ എന്ത് ചെയ്യാനാ? സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നോ രക്ഷ. സത്യത്തില് അയാളുടെ കുരുത്തിപ്പെട്ടത് മീനുകളല്ല, നിങ്ങളെ പോലെയുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്, ആളുകളാണ്. ഈ പറ്റിക്കപ്പെടൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിലെല്ലാം കുടുങ്ങും, മീൻ കുടുങ്ങും, വേണമെങ്കിൽ നിങ്ങൾ വരെ കുടുങ്ങും.